ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ഡെയിലി ഒരുപാട് വെബ്സൈറ്റുകൾ നോക്കുന്ന ആളുകളായിരിക്കും അല്ലേ? അപ്പോൾ ഈ വെബ്സൈറ്റുകളിൽ നിങ്ങളിപ്പോൾ കുറേ ഇമേജസ് ടെക്സ്റ്റുകളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഇമേജിലൊക്കെ മൗസ് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഇമേജ് സൂം ആവുക, അതുപോലെ ടെക്സ്റ്റുകളിലൊക്കെ മൗസ് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആവുക, കളർ ചേഞ്ച് ആവുക, അങ്ങനെയുള്ള പ്രോപ്പർട്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? HTML CSSലെ സ്യൂഡോ ക്ലാസ് എന്ന പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇത്തരം എഫക്റ്റുകൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് സ്യൂഡോ ക്ലാസ് യൂസ് ചെയ്തിട്ട് ഇത്തരം എഫക്റ്റുകൾ എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു എലമെന്റിനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്യൂഡോ ക്ലാസ് എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹെഡിങ്ങിന്റെ മുകളിൽ മൗസ് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെഡിങ്ങിന്റെ കളേഴ്സും ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുക. ഇത്തരം പ്രോപ്പർട്ടീസ് ചെയ്യുന്നത് സ്യൂഡോ എലമെന്റ്സ് അല്ലെങ്കിൽ സ്യൂഡോ ക്ലാസ് ഉപയോഗിച്ചിട്ടാണ്. മൗസ് ഒരു എലമെന്റിന്റെ മുകളിൽ വെക്കുമ്പോൾ ഉള്ള എഫക്റ്റുകൾ മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ ഒരു എലമെന്റിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന് വേറൊരു എഫക്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ അത് സൂം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്യൂഡോ ക്ലാസ് യൂസ് ചെയ്യാവുന്നതാണ്. സ്യൂഡോ ക്ലാസ്സിൽ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ ലിങ്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിസിറ്റ് ചെയ്ത ലിങ്കിൻ്റെ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കളേഴ്സ് ചേഞ്ച് ചെയ്യാം. വിസിറ്റ് ചെയ്യാത്ത ലിങ്ക് വേറെ കളറായിരിക്കും, വിസിറ്റ് ചെയ്തത് വേറെ കളറായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എഫക്റ്റുകൾ കൊണ്ടുവരാനായിട്ടും സ്യൂഡോ ക്ലാസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ HTML എലമെൻസിനെ സ്യൂഡോ ക്ലാസ് വെച്ചിട്ട് ഇത്തരം എഫക്റ്റുകൾ എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. സ്യൂഡോ ക്ലാസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എലമെൻറ്റ് അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റേറ്റിൽ അതിൻ്റെ കളേഴ്സോ ബാക്ക്ഗ്രൗണ്ട് കളറോ അങ്ങനെയുള്ള എഫക്റ്റുകൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂഡോ ക്ലാസ്സുകൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട്, ഒരു എലമെൻറ്റിൻ്റെ മുകളിൽ നിങ്ങൾ മൗസ് കൊണ്ട് വെക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നു, ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആവുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്യൂഡോ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് CSSൽ യൂസ് ചെയ്യാം. സ്യൂഡോ ക്ലാസ് മെയിൻ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹവർ എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. ഹവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗസ് എന്തെങ്കിലും ഒരു എലമെന്റിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആവുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഹവർ എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്യാം. ദെൻ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു എലമെന്റിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് ആക്റ്റീവ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് കൂടുതലും ഇൻപുട്ട് ടൈപ്സിനൊക്കെ വരും. അതിൽ നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനായിട്ട് ഇൻപുട്ട് ബോക്സിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതിന്റെ കളേഴ്സ് മാറേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഫോക്കസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലിങ്കിന് വേണ്ടിയിട്ടുള്ള രണ്ട് ക്ലാസ്സുകളാണ് ലിങ്കും വിസിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും. നോർമൽ ആയിരിക്കുന്ന സമയത്ത് വിസിറ്റ് ചെയ്യാത്ത ലിങ്ക് ആണെങ്കിൽ വേറൊരു കളർ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ എപ്പോഴാണോ വിസിറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ആ ലിങ്ക് കളർ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ലിങ്കിൽ കൊണ്ടുവരാനാണ് CSSലത്തെ അല്ലെങ്കിൽ സ്യൂഡോ ക്ലാസ്സിലത്തെ ലിങ്ക് വിസിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹവർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനെ കുറിച്ചിട്ടാണ്. ഹവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലമെന്റിന്റെ മീതെ മൗസ് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും പ്രത്യേക എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹവർ എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു H1 എലമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്. വെൽക്കം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഈ വെൽക്കത്തുമ്പോൾ മൗസ് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് എനിക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്ന പ്രോപ്പർട്ടിയാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. അപ്പൊ സ്റ്റൈലിൽ വന്നിട്ട് H1 ടാഗിനെ വിളിച്ചു, എന്നിട്ട് കോളൻ ഇട്ട ശേഷം ഹവർ എന്നുള്ള ക്ലാസ് വിളിക്കുന്നു. ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്താണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നോക്കാം, വെൽക്കത്തിന്റെ മേലെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അതിന്റെ കളർ മാറുന്നു. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഹവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കളർ മാത്രമല്ല, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെങ്കിൽ അതും ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടോ, ഇനി കൊണ്ടുവയ്ക്കുമ്പോൾ കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. മൗസ് എടുക്കുന്ന സമയത്ത് അത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഹവർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്. ഇനി അടുത്തതായിട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെന്റിന്റെ മുകളിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും എഫക്റ്റുകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആക്റ്റീവ് എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്യാം. H1 ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ കളർ മാറുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ H1 എഴുതി കോളൻ ഇട്ടിട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്താണോ സംഭവിക്കേണ്ടത് അത് കൊടുക്കാം. അപ്പോൾ കളറ് കോളൻ റെഡ്.
ഇനി നമുക്ക് ഇവിടെ മൗസ് കൊണ്ട് വെക്കുമ്പോഴല്ല മാറുന്നത്, എപ്പോഴാണോ ക്ലിക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ മൗസ് പിടിക്കുമ്പോൾ ആ ഒരു റെഡ് കളറായിട്ട് മാറും. അത് റിലീസ് ചെയ്യുന്ന സമയത്ത്, മൗസ് റിലീസ് ചെയ്യുന്ന സമയത്ത് അത് ബ്ലാക്ക് കളറായിട്ട് മാറും. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ഇത്തരം എഫക്റ്റുകൾ ഒരു എലമെന്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ക്ലാസ് ഫോക്കസ് എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. അപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ഒരു ഇൻപുട്ട് ബോക്സിനാണ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ എന്തൊക്കെ എഫക്റ്റുകൾ ഉണ്ടാവണം എന്നാണ് ഫോക്കസിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അതിന് സ്റ്റൈൽ കൊടുക്കാം. ഇൻപുട്ട് എന്ന് വിളിച്ചിട്ട് കോളൻ ഇട്ടിട്ട് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് കൊടുക്കുന്നു. ഇനി ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ കൊടുത്തു. കളർ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ കളറ് റെഡ് കൊടുത്തു. ഇനി നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്. ഇതിൽ കൊണ്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, കൊണ്ടുവയ്ക്കുന്ന സമയത്ത് തന്നെ, ഫോക്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറി. പിന്നെ അതിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടോ അതിൻ്റെ ടെക്സ്റ്റുകളൊക്കെ കളർ റെഡ് ആയിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയുള്ള എഫക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്ന ക്ലാസ് ആണ് ലിങ്ക് വിസിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്. ലിങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ലിങ്ക് ആയിരിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, വിസിറ്റഡ് എന്ന് പറയുമ്പോൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ ലിങ്ക് എന്ത് എഫക്റ്റ് വരണം എന്നാണ് വിസിറ്റഡിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു അബൌട്ട് പേജ് ഇവിടെ ഉണ്ട്. ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, about.html എന്ന് പറഞ്ഞു. അബൌട്ട്. അപ്പോൾ നോർമൽ ലിങ്ക് ആയിരിക്കുമ്പോൾ എന്താണ് എഫക്റ്റ് വേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ എ ടാഗ് വിളിച്ചു, എന്നിട്ട് ലിങ്ക് എന്നുള്ള ക്ലാസ് വിളിച്ചു. അതിനുശേഷം ഇവിടെ ഞാൻ കളർ കൊടുക്കുകയാണ്. കളറ് റെഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നോർമൽ ലിങ്കാണ്, അപ്പോൾ അതിൻ്റെ കളറ് റെഡാണ്. ഇനി നമുക്ക് അത് വിസിറ്റ് ചെയ്യുമ്പോൾ ഏത് കളറാണെന്ന് പറയണം. അപ്പോൾ വിസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പറയണം, എ ഇട്ടിട്ട് കോളൻ ഇട്ടിട്ട് വിസിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് വിളിച്ചു. ഇനി അതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ ലിങ്ക് ആണെങ്കിൽ അതിൻ്റെ കളറ് ഗ്രീനായി മാറണം. അപ്പോൾ ഗ്രീൻ. അപ്പോൾ നോർമൽ ലിങ്ക് ആയിരിക്കുമ്പോഴാണ് റെഡ് കളർ. ഇനി ഞാനത് വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വിസിറ്റ് ചെയ്തു, about.html പോയി. ഇനി ഇത് കണ്ടോ ഗ്രീൻ കളറായി മാറി. അപ്പോൾ ഇങ്ങനത്തെ ലിങ്കിൻ്റെ, നോർമൽ ലിങ്കിൻ്റെയും വിസിറ്റ് ചെയ്ത ലിങ്കിൻ്റെയും പ്രോപ്പർട്ടികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് വിസിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്യൂഡോ ക്ലാസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്യൂഡോ ക്ലാസ് എന്താണെന്നാണ് നോക്കിയത്. സ്യൂഡോ ക്ലാസ് യൂസ് ചെയ്ത് എങ്ങനെ എഫക്റ്റുകൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരാമെന്ന് നോക്കി. അപ്പോൾ നിങ്ങൾ ടാസ്കുകളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.